അങ്ങനെ 500 കുടുംബം തകർന്നു. ഇനി അയാളെ കൂടി ഇല്ലാതെയാക്കണം. അതിനും അയാളുടെ മക്കള് തന്നെ മതി. പൊട്ടട്ടെ പടക്കം പൊട്ടട്ടെ. മാലു, ഇറങ്ങി വാ മാലു. ഞാൻ സത്യം ചെയ്ത് തന്നതുപോലെ എന്റെ അച്ഛനെയും ചേട്ടന്മാരെയും വീടുമൊക്കെ ഉപേക്ഷിച്ചാൽ വന്നിരിക്കുക. ഇനി എന്നോട് സത്യം ചെയ്യുന്നതുപോലെ നീ ഇറങ്ങി വാ. ആരത്? ആ 500 മോൻ രാമഭദ്രൻ. കയറി പൊടിയകത്ത്. എടി കയറി പോകാൻ. ഇതിനകത്ത് എങ്ങനെ നീ കാലുകുത്തിയുണ്ടല്ലോ, പിന്നെ നേരെ ഇവിടെ പോവില്ല. കാലുകുത്തി പോയില്ലേ, ഇനി എനിക്കും നേരെ ചൊവ്വേ പോണമെന്നില്ല. എടാ, നിന്റെ അച്ഛന്റെ ചട്ടപ്പിത്തനെ കൊണ്ട് ഇങ്ങോട്ട് വരരുത്. വേണ്ടടാ, നിങ്ങൾ ആരും ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞോളാം. അവൻ എന്താ വേണ്ടത് എന്നോട് ചോദിക്കട്ടെ. വാ മോളെ. എടാ, നീ എന്ത് വിചാരിച്ചിട്ടാ വന്ന് നിൽക്കണത്? നീ വിളിച്ച എന്റെ മോളെ ഇറങ്ങി വരുന്നു വിചാരിച്ചോ? എന്നൊന്ന് വിളിച്ചു നോക്കടാ, ഇറങ്ങി വരുമോന്ന്. വിളിച്ചാൽ അവള് വരും, ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. എന്നാ കൊണ്ടുപോടാ, വിളിച്ചോണ്ട് പോ. പറ മോളെ, ഞാൻ പറഞ്ഞിട്ടൊക്കെ ചെയ്തെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊണ്ടറി. ഇറങ്ങി വാ മാലു, ഇവരൊന്നും ഒരു ചുക്കും ചെയ്യൂല. നീ വന്നാ ഞാൻ കൊണ്ടുപോകും. മാലു, ഞാനാ പറയുന്നത്, ഇറങ്ങി വരാൻ. മാലു, ഇറങ്ങി വരാൻ. മോളെ, മോളെ. മാലു! എന്താ കാണിക്കുന്നത്? ഇങ്ങോട്ട് മാറാം. കൊച്ചേട്ടാ, ഞാനാ പറയുന്നത്. കൊച്ചേട്ടാ, 500 കുടുംബത്തിൽ ആരെങ്കിലും തൊട്ടാൽ ഞാൻ വരുവടാ, ഇനിയും വരുവടാ. അവളെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ വന്ന് കൊണ്ടുപോകണോ? തൃപ്തിയായല്ലോ, അമ്മയ്ക്ക് മക്കൾക്കൊപ്പം തൃപ്തിയായല്ലോ. ഇനി നീ പോകൂ. അവളെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് മാറിക്കേ, ഇങ്ങോട്ട് മാറല്ലേ പറഞ്ഞു. അവർ നോക്കിക്കോളൂ, ഇങ്ങോട്ട് മാറും. നീ അകത്തോ, നിങ്ങളോട് മാറാല്ലേ? എന്നിട്ട് അവളെ തല്ലി ചതയ്ക്കാനോ? മാറാൻ പറയാനോട് മാറാം. തൊട്ടുപോലെ തന്നെ നിങ്ങൾക്ക് തണ്ടു നടി ഉണ്ടെങ്കിൽ അടക്കി നിർത്തണ്ട, ഒതുക്കി നിർത്തണ്ട ഇവളെയല്ല, ഈ അമ്മയാണ്. ഈ അമ്മ ഒറ്റൊരുത്തി അതിനൊക്കെ കാരണക്കാരി. നീ അകത്തേക്കല്ലേ ഓമനെ, നീ ഇവനെ വിളിച്ചോണ്ട് പോ. എടീ, നീ അവളെ കൂടെ അകത്ത് പോ. വീരൻ നിങ്ങളെ തടഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇനിയിപ്പോൾ അവളെ തല്ലിച്ചതച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ എന്താ പ്രയോജനം? കഴിയുന്നതും വേഗം സ്നേഹം ഭാവിച്ച് അവളെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. മതികടോ തന്നെ ഉപദേശം ഉപദേശിച്ച് ഈ കോളത്തിലാക്കില്ല. ഇനി എന്റെ നേരെ ചാടിക്കോ. തന്റെ ഈ ഒടുക്കത്തെ കുരുട്ടുബുദ്ധിയായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. എന്റെ ബുദ്ധി ഉപദേശമൊന്നും അല്ല കുഴപ്പമുണ്ടാക്കിയത്. കുഴപ്പമുണ്ടാക്കിയത് നിങ്ങളൊക്കെ തന്നെയാ.
അവിടെ ഒരു പെണ്ണ് വേണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഇവിടുത്തെ പെണ്ണായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മതിയടോ മതി, നടന്നതൊക്കെ നടന്നു. ഇനി എന്താ വേണ്ടത് ഞാൻ പറഞ്ഞു തരാം. താൻ എത്രയും പെട്ടെന്ന് അവൾക്കൊരു ചെറുക്കനെ കണ്ടുപിടിച്ചു തരണം. കൂടിയ 15 ദിവസം. അതിനുള്ളിൽ എനിക്ക് അവളെ കല്യാണം നടത്തണം. 15 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ചെറുക്കനെ ഞാൻ എവിടെ നിന്ന് പിടിച്ചോണ്ട് വരാനാ? എവിടുന്ന് പിടിച്ചോണ്ട് വന്നാലും തിരക്കില്ല. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരണ ഒരുത്തനായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് മടിത്തെറുപ്പിൽ ഞാൻ ചെറുക്കന്മാരെ കൊണ്ട് എടുക്കണോ? പറയുമ്പോ എടുത്തം കൊണ്ട് നിർത്താൻ. എന്നാ തന്റെ മടിത്തെറുപ്പിലുള്ള ചെറുക്കൻ തന്നെ മതിയെന്ന് അങ്ങോട്ട് വെച്ചാലോ? തന്റെ മോനില്ലേ ആ ബാലകൃഷ്ണൻ ഡോക്ടർ, അയാളായാലും എന്താ കുഴപ്പം? അതെ, എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ? ആ ചെറുക്കൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞല്ലേ പോയിരിക്കണത്. അവൻ എന്നെയോ മോനെയോ ഒന്നും ചെയ്യില്ല. നിങ്ങളെന്നല്ല, അവൻ ഇനി ആരെയും ഒന്നും ചെയ്യില്ല. അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം.